നീന്തി വന്നു തന്നെ പൊക്കിയെടുത്തതും ഓർത്തെടുത്തു. തന്നെ മാറോടണച്ച് അദ്ദേഹം നീന്തിയപ്പോൾ തൻ്റെ ശരീരം നീർച്ചുഴികളുടെ സമുദ്രം പോലെയായി. ഊഞ്ഞാലിലിരുന്നു കൊണ്ട് പെട്ടെന്ന് താഴുന്ന പോലെ ഒരു തോന്നൽ അടിവയറ്റിൽ അനുഭവപ്പെട്ടു. അതായിരുന്നു കാമത്തിൻ്റെ ആദ്യത്തെ ആക്രമണം. പൂനൂലൊട്ടിക്കിടക്കുന്ന ആ മാറിടത്തിൻ്റെ സ്പർശനം വീണ്ടും ഏൽക്കുവാൻ അവൾ പലതവണ ആഗ്രഹിച്ചിരുന്നു. വിയർപ്പിൽ നനഞ്ഞ സിന്ദൂരപ്പൊട്ടും ആ കഴുത്തിലെ ഒറ്റ രുദ്രാക്ഷവും അവളുടെ കിനാവുകളിൽ പ്രവേശിച്ചു. വിവാഹിതയായിട്ടും ആ സിന്ദൂരപ്പൊട്ട് സ്മരണയിൽ നിന്നോ സ്വപ്നങ്ങളിൽ നിന്നോ അവൾക്ക് മാഞ്ഞുപോയില്ല. അച്ഛൻ്റെ നിർദ്ദേശത്തിനു വഴങ്ങി ഡോക്ടറാവാൻ പഠിക്കുവാൻ മദ്രാസിൽ പോയി വന്നപ്പോഴേക്കും ശാസ്ത്രികളുടെയും ജ്ഞാനത്തിൻ്റെയും വേളി കഴിഞ്ഞിരുന്നു. പിന്നീട് ഇപ്പോഴാണ് മധുരയിലേക്ക് എത്തിയത്.